സത്യനന്ദിക്കാട് സാറിൻ്റെ മുഖമാണ്. ഒരു ശൂന്യതയായിരുന്നു ആ മുഖത്ത്. കാരണം അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലെ മനുഷ്യരൂപങ്ങളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ശ്രീനിയേട്ടൻ അദ്ദേഹത്തിൻ്റെ സിനിമകളും ജീവിതവും ഇനി ശൂന്യമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു തീരത്ത് സത്യനന്ദിക്കാട് സാറിൻ്റെ സിനിമ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ ഞാൻ നന്ദി പറയുന്നത് ഈ അവസരം നന്ദി പറയാനും കൂടി ഉപയോഗിക്കുകയാണ്. കാരണം ഈ മരണങ്ങളെല്ലാം ഞാൻ പോകുമ്പോൾ കയ്യും കാലുമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയാണ്. അതിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം അമ്മയിലുള്ള ഓരോ അംഗങ്ങളും മരിക്കുമ്പോഴും സിനിമാ താരങ്ങൾ മരിക്കില്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ മരിച്ചു കഴിയുമ്പോൾ അവർ നിരാലംബരായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു? ഈ ശ്രീനിയേട്ടൻ്റെ മരണം നടന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള നരേന്ദ്രൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളാണ് ഇനി എല്ലാം ചെയ്യേണ്ടത്. എനിക്കൊരു എത്തും പിടിയും കിട്ടില്ല. പക്ഷേ പെട്ടെന്നാണ് കയ്യും കാലും കണ്ണും തലയൊക്കെ ആയിട്ട് ഫെഫ്ക എന്ന് പറയുന്ന സംഘടന വന്നത്. ഈ ലാസ്റ്റ് കുടിച്ച വെള്ളവും ചായയും പോലും ഫെഫ്ക തന്നതാണ്. 2 ദിവസമായിട്ട് ഞാൻ ശ്രീനിയേട്ടനെ അനുഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാം എനിക്കറിയാം. കാരണം എൻ്റെ തൊട്ടുപുറത്തുള്ള ഡോക്ടറാണ് അദ്ദേഹത്തിനെ ചികിത്സിക്കുന്നത്. അദ്ദേഹം മരിക്കാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാണ് ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഞാൻ മരിക്കുമ്പോൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ഒരു തീരാത്തൊരു കഥ, എഴുതി തീരാത്തൊരു കഥയായിട്ടാണ് പോയിരിക്കുന്നത്. കാരണം ഡോക്ടർ വിവേക് എന്ന് പറയുന്ന ഓർത്തോൻ്റെ ഹെഡ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഡയാലിസിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് താലൂക്ക് ആശുപത്രിയിൽ പെട്ടെന്ന് കയറ്റി പെട്ടെന്ന് അറ്റാക്ക് വന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങോട്ടെത്തിയില്ല. അപ്പോൾ പൂർത്തിയാകാത്തൊരു ജീവിതം പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ഓർമ്മകൾ ഞങ്ങൾ അമ്മയുടെ സഹോദരിമാരും പൂർത്തിയാക്കും എന്ന് ആഗ്രഹിക്കുന്നു. ആദരാഞ്ജലികൾ നേരുന്നു.